എന്നാലും പുള്ളി ചാറ്റിലെ പേരൊക്കെ പറ്റുമോ KVFC ചെയ്തു ആ അണ്ടർമാസ് അണ്ണാ എന്നെ എക്സിറ്റ് ലാഗ് ഇല്ലാതെ ഇവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എക്സിറ്റ് ലാഗ് ഓഫ് ആയിരുന്നു, അതാ ഞാൻ ഓൺ ആക്കാൻ അതൊക്കെ ഒന്ന് നാടണം. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒന്നിന്റെ ആവശ്യമൊന്നുമില്ല. അതെ അതെ കേരളത്തിൽ ജസ്റ്റ് കയറിയാ മതി. അത്ര ഡെവലപ്ഡ് അല്ല, പോരാ. സേതു സേതു കുട്ടാ വാങ്ങി വാ ബിസി വാ. ആള് പറഞ്ഞല്ലേ കേറിയങ്ങ് പറഞ്ഞല്ലേ, വെച്ച് കേറിയങ്ങ് വരും. എന്താടാ നിനക്ക്, എന്താണ് കണ്ണാപ്പി നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സേതു ഒന്ന്. എടാ നീക്ക് ഈ വാറൊന്ന് അടിച്ചു തീർക്കാവോ? ഞാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുവാന്നറിയോ കണ്ണാപ്പി? എപ്പ വിളിച്ചതാ? സത്യം ഞാൻ എപ്പ വിളിച്ചതാ? നമുക്ക് വാറ് വേണം നാളത്തേക്കാക്കാം. എടാ ഞാൻ ഇവിടെ നീ മേടിച്ചോ, സാധനം മേടിച്ചോ? ഇല്ല ഏത് വേണം ഗൈസ്? ഞാൻ സത്യം പറയട്ടാ, ഞാൻ പറയാം, ഇന്ന് ഞാൻ RP സ്ട്രീം ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. സ്ട്രീം ചെയ്യാതിരുന്നപ്പോഴാണ് സിറ്റിയിൽ വാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബാബുവിനെ വിളിച്ചപ്പോ ബാബു സിനിമയ്ക്കും പോയി എന്ന് പറഞ്ഞു, വാറുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവനെ ഒരു 1-2 മണിക്കൂർ മുമ്പേ വിളിച്ചതാ. 2 മണിക്കൂർ മുമ്പേ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് ചെയിൻഡ് ടുഗദർ കളിക്കാൻ. ഞാൻ ഇന്ന് ഇത് സത്യം പറഞ്ഞാൽ അത് ഞാൻ ഡ്രീമർ ഇവനെ വില്ലംബ്രോയുടെ ഇത് കളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇത് വിഷയം ഗെയിമാണ്. ഇത് സ്ട്രീം ചെയ്യും ഗൈസ്, ഇത് സ്ട്രീം ചെയ്യും. നാളെ RP കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കളിക്കുന്നു. നമ്മൾ ഇത് കളിക്കുന്നു. നാളെ ഞാൻ നേരത്തെ വരും. RP ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻഡ് ടുഗദർ 4 പേരും കൂടെ. 250 രൂപയല്ലേ? 250 രൂപ ഉള്ളു. കീഴിലാണ്. നമുക്ക് 4 പേർ കൂടെ ഇത് തീർക്കണം. 250 AD കേട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ മേടിക്കണം. 250 AD അല്ല, 250 രൂപയാണ്. 250 രൂപ. വിശ്വസിക്കട്ടെ ബ്രോ, പച്ചവെള്ളം പോലെ വിശ്വസിക്കാം. നാളെ ഞാൻ എത്തിയിരിക്കും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാം നിങ്ങൾക്ക്. അതെ, ഇപ്പൊ തന്നെ മേടിക്കണം. ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് വെറുതെ പറയല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റി കയറാൻ പറ്റാത്ത മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. കീബോർഡ് വെക്കാനും മൗസ് വെക്കാനും സ്ഥലമില്ല ടേബിളിൽ. PC-യുടെ ക്യാബിനറ്റ് ഭയങ്കര വലുതാണ്. പുതിയ ടേബിൾ മേടിക്കണമെങ്കിൽ റൂമിലോട്ട് മാറിയിട്ട് ടേബിൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. റൂമിന്റെ കാര്യം സെറ്റ് ആവുന്നതേ ഉള്ളൂ. അതൊക്കെ അറിയാവുന്നൊരു ആളുടെ റൂം സെറ്റ് ചെയ്യണമെന്നല്ലേ? ഒന്നും വേണ്ട. കണ്ണാപ്പി നാളെ വന്നില്ലേ? നാളെ വിളിക്കുമ്പോ എറണാകുളത്ത് നിക്കുവാന്ന് പറഞ്ഞില്ല. ഞാൻ നാളെ വരും. ഞാൻ ഒരു കാര്യം പറയാം. നാളെ ഞാൻ അഥവാ ഞാൻ RPയും മറ്റേ ഇതും സ്ട്രീം ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാരും കണ്ണാപ്പിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സൈബർ ബുള്ളിങ് ചെയ്യണം. ഞാൻ അപ്പോഴേ കയറി തൂങ്ങും കേട്ടോ. ഞാൻ തൂങ്ങും. അപ്പോഴേ അച്ഛനും ലെറ്റർ വെച്ചിട്ട് ഞാൻ കയറി തൂങ്ങും. എനിക്കൊന്നും താങ്ങാൻ പറ്റൂല. സൈബർ ബുള്ളിങ് ചെയ്യണം. ഞാൻ തൂങ്ങിയ നിലയിലൊക്കെ ഇരിക്കുന്നതല്ലേ ചേട്ടന്റെ പേര് എഴുതി വെച്ച്. അണ്ണ നാളെ ഫൈനലാന്ന്, അത് മറന്നോ? അയ്യോ, നാളെയാണല്ലോ ഇന്ത്യ വിസസ് ഫൈനൽ നാളെ. അയ്യോ, ഇപ്പൊ സ്പോട്ടിൽ ലൈവ് നമുക്ക് ചെയിൻ റിയാക്ഷൻ കളിക്കാം. നാളെ മാച്ച് ഉണ്ടല്ലേ? നാളെ മാച്ച് ഉണ്ട്, അതെന്നെ ഓർത്തില്ലല്ലേ? എടാ സുനിമോന്റെ വീഡിയോ ഇതുവരെ കണ്ടില്ല, അറിയാവോ? ഞാൻ പിടിച്ചു നിക്കണം ഇത്രയും നേരമായിട്ട്. ഞാൻ സാധാരണ ഡിസ്കോഡിൽ അവൻ എന്ത് എഡിറ്റ് ചെയ്താലും ആദ്യം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കണം. ഞാൻ ഇതുവരെ സുനിമോന്റെ വീഡിയോ കണ്ടില്ല, അറിയാവോ? അണ്ണ ഇപ്പൊ യൂട്യൂബ് ലൈവ് ഇട്. എന്നിട്ട് നമുക്ക് ഇപ്പൊ 10 മണിയായതല്ലേ ഉള്ളു, 10:15 ഉള്ളു. സ്ഥിരല്ലേ അണ്ണ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ദിവസം സമയം തന്നെ ആയുള്ളൂ. അണ്ണ ഇപ്പൊ ലൈവ് ഇട്. എടാ നീ സിറ്റിയിലെ സിറ്റുവേഷൻ തീർക്കുക. എനിക്ക് ലൈവ് ഇടുന്നതിന് കുഴപ്പമില്ല. അണ്ണനിപ്പോ സിറ്റുവേഷന്റെ അവസ്ഥയൊക്കെ അണ്ണൻ കണ്ടില്ലേ? എടാ സിറ്റുവേഷൻ തീരാതെ എങ്ങനെയാടാ ലൈവ് ഇടണേ? അണ്ണന്റെ സിറ്റുവേഷൻ കയറിയ പോരെ? ഞാൻ സിറ്റുവേഷനിൽ എങ്ങനെ കേറും? അണ്ണൻ ഗ്യാങ് ലീഡർ അല്ലേ, സിറ്റുവേഷൻ കയറാമല്ലോ. എടാ കണ്ടമ്പോ എനിക്ക് മൗസിന് വെക്കാൻ സ്ഥലമില്ലടാ, കഴിവേറി. എനിക്കിവിടെ വെക്കാൻ സ്ഥലമില്ല. നിന്റെ ചെവിയിലല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞു, നിന്റെ ചന്തിയിൽ വന്നിരുന്നാണോ ഞാൻ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. അണ്ണൻ എന്ത് മടി വെച്ചാരോ മൗസ്? ഹലോ, നീ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് നോക്ക്. ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ഇട്ടായിരുന്നല്ലേ? നമ്മളീ പണ്ടൊക്കെ എന്ന് പറയുമ്പോഴാണ് നമ്മള് പണ്ടൊക്കെ ഈ ഒരു മൗസ് നീക്കലിലൊക്കെയാണ് നമ്മള് കളിച്ചോണ്ടിരുന്നതാണ്. ഇത്ര സ്പേസ് ഒക്കെ മതിയായിരുന്നു.
ഒരു 1000 DP കൂട്ടിയിട്ട് ഇപ്പൊ ലൈവ് വരാന്നേ ഉള്ളു. ഇവനെയൊക്കെ വല്ല പോലീസും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ എന്തിനേലും. വാർ സ്പെക്ക് ചെയ്യണം. അത് നല്ല ഓപ്ഷൻ അല്ലാണ്. ലൈവ് ഇട്ട് വാർ സ്പെക്ക് ലൈവ് ഇട്ട് വാർസ് വെക്കാം, പക്ഷെ കിക്കില് വരുന്നതായിരുന്നു നടക്കത്തില്ല. കിക്കില് തിങ്കളാഴ്ച തൊട്ട് ഇട്ടാ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. സന്തോഷാർത്തുണ്ട്. കിക്കില് ഞാൻ കേറി. ടെസ്റ്റ് സ്ട്രീം ആണ് എന്റെ ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച എന്റെ ഗെയിമിംഗ് റൂം വന്നാണ് റിവീൽ. അണ്ണനെ കാണിച്ചായിരുന്നല്ലോ ഒന്ന് ഞാൻ ഫോട്ടോ. ഏകദേശം പണി തീർന്നത്. റിവീൽ ചെയ്യല്ലേ, ഒരു ഭാഗം പോലും ഞാൻ റിവീൽ ചെയ്തില്ല. പിന്നെ എടാ നീ പണ്ടേ ഒരു കള്ള പുണ്ടച്ചി ആയതുകൊണ്ട് എല്ലാവർക്കും നിന്നെ അറിയാം, മനസ്സിലായ? 6 മാസം കഷ്ടപ്പെട്ട് പണിതാണ്ടാ. ഞാനൊരു കാര്യം പറയാം. നീ ഒരു കള്ളനാണ്, ജന്മനാ നീ ഒരു കള്ളനാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും നിന്നെ വിശ്വസിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. നേഴ്സ് പോലും ജനിച്ചു വീണപ്പോ ഇവനെ നിന്നെ കൈ കിട്ടിയപ്പോ നിന്റെ അച്ഛനെ ഏൽപ്പിച്ചപ്പോ ഇവ ഒരു കള്ളനാന്ന് പറഞ്ഞാണ് ഏൽപ്പിച്ചത്. ഇതെന്റെ സേവിങ്സ് കുറെ ആയിരുന്നു. ഞാൻ കുറെ സേവ് ചെയ്തായിരുന്നു ആ പൈസക്ക്. നീ എത്ര ഉണ്ട് ഗെയിമിംഗ് റൂമിന്റെ എക്സ്പെൻസ്? ഇപ്പൊ എല്ലാം കൂടെ ഒരു 3.5 എന്തോ ആണ്. നോക്കില്ല, ഞാൻ കാൽക്കുലേറ്റ് ഇല്ല. ചിലപ്പോ 4 above ആയിരിക്കും. എന്റെ പേരെന്തൊരു ഇടണമെന്ന് ആലോചിക്കാണ്. നീ കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ വന്ന ഓർമ്മയുണ്ടോ? ഓർമ്മ. എന്നിട്ട് നമ്മള് ചായയും പരിപ്പൂടയും കഴിച്ചിട്ട് ആ പെട്ടിക്കടയിൽ ഒരു 9 രൂപ കൊടുക്കും, ബാക്കി കൊടുക്കാൻ നിന്റെ ഉണ്ടായിരുന്നോ? ഇത് ഓൾറെഡി അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. അവിടെ ഗൂഗിൾ പേ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്നെ നിന്റെ ബാലൻസ് എടുത്ത് കാണിച്ചത് ഓർമ്മയുണ്ടോ? 3 രൂപ 50 പൈസ. 3 രൂപ, അതാണ് നീ പറയണ 3, 4. മനസ്സിലായ? ഇത് ഇച്ചിരി പിള്ളേരായിരുന്ന അന്നെ പുതിയ സംരംഭം കണ്ടായിരുന്ന ഡബിങ്. ഇല്ല ഇല്ല, അത് കാണിച്ചു തരാണ്. അതൊരു സാമ്പിള് കാണിച്ചു തരാമല്ലോ. നോക്കട്ടെ, വാച്ച് ലൈവ് സ്ട്രീം കാണുന്നുണ്ടോ? ഫസ്റ്റത്തെ ആദ്യം കാണിച്ചു തരാം, അത് എന്നാലേ കത്തത്തുള്ളൂ. രണ്ടാമത്തത് കുട്ടാ നീ എവിടെ പോവാ? വെള്ളത്താടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഞാൻ സമ്മതിച്ചായിരുന്നു, പക്ഷേ ചുവന്ന മുടി ഉണ്ടല്ലോ, ഞാൻ സമ്മതിച്ചില്ല. എങ്ങനെയുണ്ട് സംരംഭം? നിന്നെയൊക്കെ എന്ത് ചെയ്യണം? അടുത്തുണ്ട്. മറ്റേ ഐക്കോണിക് ഡയലോഗ് വരത്തില്ലേ, ഫീൽ പെയിൻ, നോ പെയിൻ, അക്സെപ്റ്റ് പെയിൻ. അതിന്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, നോക്കണ. ഞാൻ നിങ്ങൾ വേദന അനുഭവിക്കൂ, നിങ്ങൾ വേദന സ്വീകരിക്കൂ. വേദന അനുഭവിക്കാത്തൊരുത്തനും ഒരിക്കലും സമാധാനം തിരിച്ചറിഞ്ഞിട്ടില്ല. യഹീക്കോ അനുഭവിച്ച വേദന ഒരിക്കലും മറക്കില്ല. ഇന്നാ പിടിച്ചോ, ഈ ലോകം മൊത്തം വേദന അറിയാൻ പോവാ. സർവശക്തമായിട്ടല്ല, നശിച്ചു പോട്ടെ. നീ എന്റെ ഇവിടെ നാട്ടിൽ വല്ലതും ഉണ്ടായിരുന്നെ നിന്നെ തൂറി എറിഞ്ഞേനെ, നിന്നെ ഞാൻ സത്യം പറയാം. പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു വേറെ ഇപ്പൊ ഓൺഗോയിങ് ആണ്, പ്രൊസസിങ് ആണ് പറയണം. ബോബോയുടെ 2 ഡയലോഗൊക്കെ ഉണ്ട്. എന്നൊക്കെ പറഞ്ഞു. അണ്ണാ പറയണ അണ്ണാ, അതെ വീട്ടിൽ എന്റെ ഒരു വിലപ്പെട്ട സാധനം മറ്റേ ഇത് ബാൽക്കണിയിൽ അഴയപ്പ കിടക്കുന്നുണ്ട് കേട്ടോ, അത് എടുത്തേച്ചേക്കണേ. എന്റെ ചട്ടിയാണോ? അല്ലല്ല, ഒരു ട്രാക്ക് സ്യൂട്ട് അവിടെ ഞാനിതുപോലെ ഒരു സാധനം ഞാനിത് ചേട്ടന്റെ അത് അറിയും എന്റെ. മറന്നുപോയി അതെടുക്കാൻ. അണ്ണാ ഈ സാധനം ഓർമ്മയുണ്ടോ അണ്ണാ? അണ്ണൻ പോയാലോ? എന്ത്? ഇല്ല കാണില്ല. സ്ട്രീം നോക്ക്, എന്റെ സ്ട്രീം നോക്ക്. ഈ സാധനം കുപ്പിയൊക്കെ എടുത്തു അണ്ണന്റെ കുപ്പി, അണ്ണന്റെ ഗെയിമിംഗ് റൂമിൽ ഇരുന്നത്. ഇത് കാണാൻ പോയായിരുന്നല്ലേ അണ്ണാ?
ഇത് അത് എടുത്തോണ്ട് വീട്ടിൽ പോയല്ലേ പ്യൂമയാണ്ട് കൊണ്ടുപോയി. ഗൈസ് രാത്രിയില് ദാഹിക്കുന്നു, ഒരു തുള്ളി വെള്ളം താ അണ്ണാന്ന് പറഞ്ഞ് രാത്രിയിൽ ഇരുന്ന് മെഴുകിയവന് ഞാൻ എന്റെ പ്യൂമയുടെ കുപ്പിയിൽ ഇച്ചിരി വെള്ളം കൊടുത്തത് മാത്രമേ ഉള്ളൂ. നിന്റെ അല്ല പോ. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതും ഇല്ലടാ, നീ ഒരു കള്ളനാടാ പൊണ്ടച്ചി, നീ കള്ളനാണ്. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല, നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. നീ അതുപോലത്തെ ഒരുത്തരാ. ചേട്ടാ ഞാൻ ഇന്നേരം വന്നിട്ട് ഒരു ശല്യം പോലും ഉണ്ടാക്കിയിട്ടില്ല അണ്ണാ. അത് ഗൈസ് ഞാൻ പറയാം, എന്റെ ഗെയിമിംഗ് റൂമിൽ ഇരുന്ന സോറോടെ തലയടക്കം ഈ ഫുണ്ട ഇവന്റെ സാമാനത്തിൽ കെട്ടി തൂക്കിക്കൊണ്ട് പോയി. എന്റെ സോറ ദുബായിന്ന് മേടിച്ചത് അത് നശിപ്പിച്ച് 40,000 രൂപയുടെ എന്റെ റിക്ലൈനറിനകത്ത് ഇവനും ബോബും കൂടെ കിടന്ന് രാത്രി കൊത്തി കളിച്ചതാ. എന്റെ ഒരു റിക്ലൈനർ അങ്ങ് പോയി കിട്ടി. എന്ന് വന്നാലും എന്റെ ഇതാണ് അവസ്ഥ. എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ എന്തെങ്കിലും നശിപ്പിച്ചിട്ട് പോകും. നാട്ടിൽ വരുമ്പോ കണ്ണാപ്പി ഞാൻ കാര്യം പറയാം, ഞാൻ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോ സ്നേഹം കൊണ്ട് പോലും അങ്ങോട്ട് വരരുത്. മിഠായൊക്കെ മേടിക്കാൻ പറ്റണ്ട എന്തായാലും വരട്ടെ. ഇത് ബാറ് കിടക്കുമല്ലോ. എന്തായി ബാർ സ്റ്റാർട്ട് ആവാൻ 2 പേരേ ഉള്ളു ഇപ്പം.